അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഇനി ജബ്ബാർ പറയുന്ന സംഗതി, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ എന്ന് തുടങ്ങിയുള്ള ആയത്തുകളാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, എന്നെ ഈ വൃത്താന്തം നിഷേധിക്കുന്ന തള്ളിപ്പറയുന്ന ആളുകളോടൊപ്പം എന്നെ വിട്ടേക്ക്. നീ അവരെ കാര്യത്തിൽ വല്ലാതെ ബേജാറാവണ്ട, അല്ലെങ്കിൽ അവരെ കാര്യം കൈകാര്യം ചെയ്യണ്ട. ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവർ അറിയാത്ത മാർഗത്തിലൂടെ ഞാൻ അവരെ പതുക്കെ പതുക്കെ പിടികൂടാൻ പോകുന്നുണ്ട്. ഒംലി ലഹും ഖൈദി മത്തീൻ, ഒംലി ലഹും ഇന്ന ഖൈദി മത്തീൻ, ഞാൻ അവർക്ക് അല്പം സാവകാശം നൽകും, എൻ്റെ തന്ത്രം അത് വളരെ ഭദ്രമായിട്ടുള്ളതാണ് എന്നാണ്. എന്നാൽ അതിൻ്റെ ശേഷം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ, നീ അവരോട് അവർക്ക് ദൗത്യം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിൽ വല്ല പ്രതിഫലവും ചോദിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ കടം വന്നിട്ട് ഭാരം പേറി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് അവരിതിനെ എതിർക്കുന്നതെന്ന് പറയാമായിരുന്നുവല്ലോ എന്നൊരു ഭാഗമുണ്ട്. ഇത് ജബ്ബാർ തൊടുന്നില്ല. ഇൻദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ, അല്ലെങ്കിൽ അവർക്ക് ഗൈബ് അറിയുമോ, എന്നിട്ട് ആ ഗൈബ് അവർ പകർത്തിയെടുക്കുകയാണോ ചെയ്യുന്നത്? അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ ഈ പറയുന്നതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയുന്നതാണെന്നും ഇങ്ങനെ ഒരു സംഭവം നടക്കാനേ പോകില്ല എന്നൊക്കെയുള്ള ഗൈബിയായിട്ടുള്ള വല്ല വിവരവും ഇവിടെ അടുത്തുണ്ട്, എന്നിട്ട് അത് അവർ പകർത്തിയെടുത്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത് എന്നാണോ എന്ന് ചോദിക്കുന്നതിനെ പറ്റി മൂപ്പർക്കൊന്നും പറയാനില്ല. കാരണം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂലി വാങ്ങാതെയാണ്, പിന്നെ ആരോടും പ്രതിഫലം വാങ്ങാതെയാണ് ഈ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ജബ്ബാറിൻ്റെ ഈ പിച്ചുംപയും പറയുന്നതിന് വിരുദ്ധമായി മാറും. അതുകൊണ്ടായിരിക്കണം ജബ്ബാർ അത് വിട്ടുകളഞ്ഞത്. എന്നിട്ട് ജബ്ബാർ പറയുന്നത്, ഇവിടെ മുഹമ്മദിൻ്റെ ദൈവം അള്ളാഹു ക്ഷമിക്കാൻ പറയുന്നു. ഇങ്ങനെ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട, ഞാനായിക്കോളാം, നീ ക്ഷമിച്ചോ എന്ന് പറഞ്ഞു. പറഞ്ഞത് വസ്തുതയാണ്. മക്കാ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ കൂടെയുള്ള അങ്കുലി പരിമിതരായിട്ടുള്ള ആളുകളും ഇസ്ലാമിൻ്റെ മാർഗത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അവരനുഭവിച്ചിട്ടുള്ള പീഡനമർദ്ദന, അവർ മറികടന്നിട്ടുള്ള ദണ്ഡന പർവ്വങ്ങൾ, അത് ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയും. അവർക്കതിന് നേരിടാനുള്ള യാതൊരു ശേഷിയും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ക്ഷമിക്കാൻ നിർവാഹമുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു. കാരണം അവിടെ നേരിടുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യക്ക് പകരമാണ്. കുറഞ്ഞ ആളുകൾ മഹാഭൂരിപക്ഷത്തെ നേരിട്ടത് കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ലല്ലോ. അപ്പോൾ ക്ഷമാപൂർവം മാത്രമല്ല, അവിടെ അവരെ കയ്യാണിയും കളിക്ക് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ദൗത്യ നിർവഹണം സാധ്യമാവാതെ പോകും. യഥാർത്ഥത്തിൽ മക്കയിൽ നടക്കേണ്ടത് എന്താണ്? അവിടെ ഈ ദൗത്യ നിർവഹണമാണ്. അപ്പോൾ ആ ദൗത്യ നിർവഹണം നടക്കണമെങ്കിൽ അവിടെ അവർ കാണിക്കുന്ന അതിക്രമങ്ങൾക്ക് അതേ നാണയത്തിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും തിരിച്ചടിക്കാൻ പോയാൽ ഈ ദൗത്യ നിർവഹണം നടക്കാതെ പോകും. അതുകൊണ്ട് അള്ളാഹു നബിയോട് ക്ഷമിക്കാൻ പറയുന്നുള്ളൊരു വസ്തുതയാണ്. ഇതിനെ പരിഹസിക്കാൻ മാത്രം എന്താണ് ജബ്ബാറിൻ്റെ ഉള്ളിലുള്ളത്? അപ്പോൾ ഖുർആൻ പറഞ്ഞ എല്ലാറ്റിനെയും അവഹേളിക്കാം, ഇത് മാത്രമേ ജബ്ബാറിൻ്റെ ഒരു ഉദ്ദേശമായിട്ടുള്ളൂ എന്നുള്ളതാണ്. ക്ഷമിക്കാൻ ഖുർആൻ നിരന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതൊരിക്കലും ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറച്ചു വച്ചിട്ടുമില്ല. നബി മക്കയിലെ കാലഘട്ടത്തിൽ നബിയുടെ അനുയായികളോട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പോലും ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞ ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന്
യാസിർ കുടുംബം അനുഭവിച്ച പീഡനങ്ങൾ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സബറൻ ആല യാസിർ കുടുംബമേ ക്ഷമിക്കുക, ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണ്. അപ്പോൾ നബി ക്ഷമിച്ചു എന്ന് മാത്രമല്ല, നബി അനുയായികളോട് ക്ഷമിക്കാനും പറയുന്നു. അത് പരിഹസിക്കപ്പെടേണ്ട ഒരു സംഗതിയല്ല. ഇനിയിപ്പോൾ ഇവിടെ ജബ്ബാറിനെ പോലുള്ള ഈ കുൽസിത ബുദ്ധികൾ അവർക്ക് ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടായി നോക്കാം. അവർക്ക് ഇവിടെ കേരളത്തിലുള്ള എല്ലാവരെയും നേരിടാൻ കഴിയുമോ? ഒന്നുകിൽ അവർ ക്ഷമിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ പണി നിർത്തിയിട്ട് കയ്യാങ്കളിക്ക് ഒരുങ്ങേണ്ടി വരും. അതോടുകൂടി അവരുടെ എല്ലാം തരിപ്പണാവും. അങ്ങനെ അപഹസിക്കാനും കളിയാക്കാനും ബത്സിക്കാനൊന്നും അവർക്ക് കഴിയാതെ പോകും. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ബത്സിക്കണമെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ അവർക്ക് അതിൽ തിരിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ ഹൈന്ദവതയെ ക്രൈസ്തവതയെ പറ്റി ഒന്നും ഒരക്ഷരം മിണ്ടില്ലല്ലോ. കാരണം അത് മിണ്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആനുകൂല്യം പോകും, പിമ്പലം പോകും, അതോടൊപ്പം തന്നെ പലതും അവർ നേരിടേണ്ടി വരും എന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള വസ്തുതയും ഇതാണ്.